ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നതാണ് മുദ്രാവാക്യം. ഈ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം ശ്രീ വി കെ സനോജ്. നമസ്കാരം. പ്രസക്തമായ വിഷയങ്ങളാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെയാണ് മനുഷ്യച്ചങ്ങലയെക്കുറിച്ചുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതീക്ഷകൾ? ജനുവരി 20 ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ മുദ്രാവാക്യങ്ങൾ കഴിഞ്ഞ 2 മാസമായി കേരളത്തിൽ ഞങ്ങൾ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമാണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ പ്രചരണം ഞങ്ങൾ നയിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം കേരളത്തിലെ റെയിൽവേ യാത്രക്കാരോടുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കൊടിയ അവഗണനയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിൻ്റെ നിയമന നിരോധനം സംബന്ധിച്ചാണ്. മറ്റൊരു മുദ്രാവാക്യം കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഈ 3 മുദ്രാവാക്യത്തിൻ്റെയും പ്രാധാന്യമെന്ന് പറയുന്നത് ഇത് വളരെ ജീവൽ പ്രധാനമായ മുദ്രാവാക്യമാണ്. വലിയ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള, രാഷ്ട്രീയ പ്രാധാന്യമുള്ള മുദ്രാവാക്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ ഡിവൈഎഫ്ഐ അല്ലാത്ത ആളുകൾ പോലും ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ മുദ്രാവാക്യത്തിൻ്റെ, ഈ പോരാട്ടത്തിൻ്റെ ശരി തിരിച്ചറിയുന്നു എന്നാണ് ഇത്രയും ദിവസത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പങ്കാളിത്തമെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കേരളത്തിലെ റെയിൽവേ യാത്രക്കാരോട് എത്രമാത്രം വിവേചനമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ റെയിൽവേ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന ഘട്ടത്തിൽ ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മിക്ക ആളുകൾക്കും ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റാണ് കിട്ടുന്നത്. എല്ലാ ആളുകളും, ഏതാണ്ട് ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്ന ദിവസമാണ് ടിക്കറ്റ് കൺഫേം ആയോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കൺഫേം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓൺലൈൻ വഴി ചെയ്ത ടിക്കറ്റ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ പണം തിരികെ കിട്ടേണ്ടതാണ്. ഇപ്പോൾ പണം തിരികെ കിട്ടുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായും കിട്ടുന്നില്ല. അപ്പം അതുവഴി വലിയ കൊള്ളയാണ് റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മുതിർന്ന പൗരന്മാർക്ക് നേരത്തെ അനുവദിച്ചിരുന്ന യാത്രാ അളവുണ്ടായിരുന്നു. ആ യാത്രാ അളവ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. കോവിഡ് കാലത്താണ് ഈ യാത്രാ അളവ് നിർത്തലാക്കിയത്. ആ നിർത്തലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 2560 കോടി കഴിഞ്ഞ 1 വർഷം കൊണ്ട് മാത്രം റെയിൽവേ ലാഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ റെയിൽവേ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സംവിധാനമായി മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ അർഹമായ എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർ അർഹിക്കുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബോഗികൾ ശ്രദ്ധിച്ചറിയാൻ വേണ്ടി കഴിയും. ഏറ്റവും വൃത്തികെട്ട, വൃത്തിഹീനമായ ബോഗികൾ ഇവിടെ കൊണ്ടുവരുന്നത് പഴയതാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഓടി തഴമ്പിച്ച ബോഗികൾ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുകയാണ്. പിന്നെ ഇവർ പറഞ്ഞു, നമുക്ക് യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്ദേ ഭാരത് വന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ മാത്രമല്ല, ഇവിടെ BJPയും കോൺഗ്രസും മത്സരിച്ച് പറഞ്ഞു. കോൺഗ്രസിൻ്റെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ വന്ദേ ഭാരത് വന്നാൽ ഇതാ കേരളത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു. പരിഹരിച്ചോ? ഇപ്പം എന്താ അവസ്ഥ? ഇപ്പോൾ സാധാരണക്കാരന് ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാമാർഗമായിട്ടുള്ള റെയിൽവേ സംവിധാനം ഈ വന്ദേ ഭാരത് ഉൾപ്പെടെ വന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ യാത്ര പലപ്പോഴും റെയിൽവേ ട്രാക്കിൽ തന്നെ മണിക്കൂറുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ടി വരികയാണ്. വണ്ടി പിടിച്ചിടുകയാണ്. എന്തുകൊണ്ടാണ് അതുണ്ടാവുന്നത്? ഇവിടെ റെയിൽവേ പാത ഇനിയും ഇരട്ടിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ റെയിൽവേ പാതയുടെ വളവ് തിരിവുകൾ ഇനിയും നീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൈസ്പീഡ് ട്രെയിനുകൾ അനുവദിച്ചുകൊണ്ട് കാര്യമില്ല. അത് ഓടാൻ പാകത്തിലുള്ള ട്രാക്കുകൾ ഇവിടെ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ട്രാക്കുകളില്ല. നിലവിലുള്ള ട്രാക്കിൻ്റെ 130% നമ്മൾ ഉപയോഗിക്കുന്നു. ഇനിയും ഇത്തരം വേഗം കൂടിയ വണ്ടികൾ അനുവദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ യാത്ര മുഴുവൻ നിശ്ചലമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ദക്ഷിണ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ലാഭം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ മുന്നിലാണ് കേരളം. കേരളത്തിലെല്ലാവരും ട്രെയിൻ ടിക്കറ്റ് എടുത്ത് മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയേറെ ലാഭം കൊടുക്കുന്ന സംസ്ഥാനത്തിന് പോലും എന്തുകൊണ്ടിങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഒരു കേരള വിരുദ്ധ മനോഭാവം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അതാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്നൊരു കാര്യം.
താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക അജണ്ടയെ മുൻനിർത്തി കേരളത്തെ നിരന്തരം അവഗണിക്കുന്നു. ഡിവൈഎഫ്ഐ മാത്രമാണ് ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത്. എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ യുവജന സംഘടനകൾ ഇതിനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്നില്ല? വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം ആരാ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഇതിന് മുന്നിലുണ്ടോ? കോൺഗ്രസ് ഇല്ല. ഇപ്പോൾ പല വിഷയങ്ങളിലും കോൺഗ്രസ് ഇരുട്ടിൽ തപ്പ് നിലപാട് സ്വീകരിക്കുകയാണ്. പലസ്തീൻ വിഷയത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ രാജ്യവ്യാപകമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക്, അതിൻ്റെ വർധനവ് ഇപ്പോൾ ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി ഏജൻസികൾ നടത്തിയ പഠനത്തിലും കേന്ദ്ര സർക്കാരിന് തന്നെ വിവിധ അവർ തന്നെ പുറത്തുവിട്ട വിവിധ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരവും ഡൽഹിയിലോ അവർക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും സമരമുണ്ടോ? കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് കേന്ദ്രവിരുദ്ധമായ എന്തെങ്കിലും ഒരു സമരത്തെ മുൻനിർത്തിയിട്ട് എന്തെങ്കിലും ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഒരാശയവും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായി അതിശക്തമായ സമരവുമായി രംഗത്ത് വരുമ്പോൾ അതിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് കേന്ദ്രവിരുദ്ധ സമരത്തിനകത്ത് ആത്മാർത്ഥമായ സമീപനമില്ല. എന്നാൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ അണികളോട് അഭ്യർത്ഥിക്കുന്നത് മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കണം എന്നുള്ളതാണ്. മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തെ മുൻനിർത്തിയിട്ടുള്ള സമരമല്ല. ഞങ്ങൾ വളരെ കൃത്യമായ ഡാറ്റ മുൻനിർത്തി മുന്നോട്ട് വെച്ച ഒരു സമരമാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ വിവരങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ ആശയം, അതിനകത്ത് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവാം. പക്ഷേ അങ്ങനെ ഒരു വിയോജിപ്പും ഇതുവരെ ആരും പ്രകടിപ്പിച്ചിട്ടില്ല. ഡിവൈഎഫ്ഐ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് കൃത്യമായി സമർത്ഥിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. BJPക്കും കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ മുദ്രാവാക്യത്തെ നിരാകരിക്കുകയാണ്. തൊഴിലില്ലായ്മ ചർച്ച ചെയ്ത എത്ര ചാനലുണ്ട്? തൊഴിലില്ലായ്മ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾക്കൊരു ചർച്ചയല്ല. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ചിത്രം നോക്കിയാൽ മതി. ഇപ്പോൾ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം, ആ വിമാനത്താവളം അദാനിയുടെ കയ്യിലാണ്. ആ വിമാനത്താവളത്തിൽ നേരത്തെ ഉണ്ടാകുന്ന ഒഴിവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഘട്ടത്തിൽ മെറിറ്റും സാമൂഹ്യനീതിയും അനുസരിച്ച് നിയമനം നടക്കുമായിരുന്നു. ഇനി ആ വിമാനത്താവളത്തിൽ മെറിറ്റില്ല, സാമൂഹ്യനീതിയില്ല, പൊതുപരീക്ഷയില്ല, തൊഴിലാളിയുടെ ആനുകൂല്യങ്ങളില്ല. ഇനി അത്തരം സ്ഥാപനങ്ങളെല്ലാം കരാർ അടിമകൾ മാത്രമേ ഉണ്ടാവുന്നു. ഇത് സംബന്ധിച്ച് നമ്മുടെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായോ, ചർച്ചയുണ്ടായോ? BPCL പുതിയ ആളെ എടുക്കുന്നില്ല, LICയിൽ പുതിയ ആളെ എടുക്കുന്നില്ല, ഇന്ത്യൻ റെയിൽവേയിൽ പുതിയ ആളെ എടുക്കുന്നില്ല. ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനം എന്ന ഖ്യാതി ഇന്ത്യൻ റെയിൽവേക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ റെയിൽവേയിൽ നിയമനം നടന്നിട്ട് എത്ര വർഷമായി? എത്ര മുഖ്യധാരാ ചാനലുകളിൽ അതൊരു വാർത്തയായിട്ടുണ്ട്? വാർത്തയല്ല. എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൈമാറി. എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൈമാറിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ലഭിക്കുമായിരുന്ന ചെറുപ്പക്കാർക്ക് ഇനി ജോലി ലഭിക്കുമോ? ഇനി ടാറ്റ തീരുമാനിക്കും അവിടെ എത്ര ശമ്പളം, എത്ര മണിക്കൂർ, തൊഴിലാളിയുടെ അവകാശങ്ങൾ എല്ലാം അവർ തീരുമാനിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ചൊന്നും ചർച്ചയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട യുവതയെ ആകെ ബാധിക്കുന്ന ഒരു മുദ്രാവാക്യം DYFI മുൻനിർത്തി ഒരു വലിയ സമരത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിലും കേരളത്തിലെ ചാനലുകൾക്ക് അതൊരു വാർത്തയാവുന്നില്ല. അവർക്ക് വാർത്ത മറ്റു ചിലതാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കിയാൽ, ഇപ്പോൾ കേരളത്തോടുള്ള സാമ്പത്തിക അവഗണന, 57,400 കോടി കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ് ന്യായമായും കൊടുക്കേണ്ട തുകയാണ്. ആ തുക തടഞ്ഞു വെക്കുന്നു. ആ തുക തടഞ്ഞു വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പെൻഷൻ പദ്ധതിയിൽ വലിയ പ്രശ്നമുണ്ടാവുന്നു. കേരളത്തിലെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി, പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനം, ആ സംവിധാനം വഴി പണം സമാഹരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പണം സമാഹരിക്കുന്നത് ഉൾപ്പെടെ കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തി അതിനെ തകർക്കാനുള്ള നീക്കം നടന്നില്ലേ? കേരളത്തോടുള്ള ഈ സാമ്പത്തിക ഉപരോധം യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണക്കാരനെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യം സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്താൽ പ്രതിക്കൂട്ടിൽ കേന്ദ്രമാവും. ഇപ്പോൾ കേന്ദ്രത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും താല്പര്യമില്ല. ഒരു മാധ്യമവും ഇല്ല എന്ന് പറയുന്നില്ല, വളരെ അപൂർവ മാധ്യമങ്ങൾ മാത്രമേ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നുള്ളൂ. കൈരളിയെല്ലാം അങ്ങനെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമമാണ്. എന്നാൽ ഭൂരിപക്ഷം മാധ്യമങ്ങളും നരേന്ദ്രമോദിയെ
എന്തെങ്കിലും തരത്തിൽ വിമർശിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. അത് മൂലധന താല്പര്യം മാത്രമാണോ അതോ പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ? എന്താണ് ആ ഒരു രീതിയെക്കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, മാധ്യമങ്ങൾ ആകെ സംഘപരിവാരവൽക്കരിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അതിൽ പ്രധാനമായിട്ടും സ്ഥാപന ഉടമകളുടെ താല്പര്യമാണ്. അപ്പോൾ സ്ഥാപന ഉടമകൾക്ക് പ്രധാനം ഇവിടെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളല്ലല്ലോ. സ്ഥാപന ഉടമകൾക്ക് കൂടുതൽ ലാഭം, അതിനേക്കാൾ ലാഭം എന്ന കാഴ്ചപ്പാടിൽ കൂടിയാണ് അവരുടെ മൂലധനം ഇത്തരം മേഖലകളിൽ ഇറക്കുന്നത്. അപ്പം മാധ്യമ മേഖലയിൽ വലിയ മൂലധനം ഇറക്കുന്നു ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ. നമ്മളിന്ന് കാണുന്ന നിഷ്പക്ഷ ചാനലുകൾ എന്നൊക്കെ പറയുന്ന ഇതിൻ്റെയൊക്കെ മുതലാളിമാർ ആരാണ് എന്ന് അതിൻ്റെ കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അവർക്ക് ലാഭം, കൂടുതൽ ലാഭം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നരേന്ദ്രമോദിയെ വെറുപ്പിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം കിട്ടില്ല. നരേന്ദ്രമോദിയെ വെറുപ്പിച്ചാൽ കേന്ദ്ര സർക്കാർ ED വിട്ട് ഭയപ്പെടുത്തും, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ട് ഭയപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങൾ ഈ പൊല്ലാപ്പനൊന്നുമില്ല, ഞങ്ങൾക്ക് പണം മതി എന്ന കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന് ഏൽക്കുന്ന വലിയ പരിക്കാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് ഇപ്പോൾ എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ലെജിസ്ലേറ്റർ സംവിധാനത്തിനും തെറ്റ് പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട, ഉണർന്നിരിക്കേണ്ട ആളുകളാണ് മാധ്യമങ്ങൾ. പക്ഷേ ആ മാധ്യമങ്ങളെ പൂർണ്ണമായിട്ടും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ കേന്ദ്ര ഗവൺമെൻറ് കഴിയുന്നു എന്നതാണ് നമ്മളിപ്പോൾ ഈ മനുഷ്യച്ചങ്ങലയുടെ ഉൾപ്പെടെ പ്രചരണങ്ങളിൽ മറ്റ് മാധ്യമങ്ങൾ കടന്നു വരാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യച്ചങ്ങലയ്ക്ക് മുൻ മാതൃകകളില്ലാതിരുന്ന 1987 DYFI സംസ്ഥാനത്ത് ആദ്യമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. സർക്കാർ അത് സംഘടിപ്പിച്ചു. പിൽക്കാലത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ മനുഷ്യച്ചങ്ങല പല വിഷയങ്ങളിലായിട്ട് ഏറ്റെടുത്തു. അങ്ങനെ ഇരിക്കുകയാണ് ഈ കാലത്തും മനുഷ്യച്ചങ്ങല പ്രസക്തമായി മാറിയിരിക്കുന്നത്. DYFI വീണ്ടും ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. DYFI തുടക്കമിട്ട ഈ ഒരു മനുഷ്യച്ചങ്ങല വലിയ രീതിയിൽ തന്നെ ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എന്തു തോന്നുന്നു? തീർച്ചയായിട്ടും മനുഷ്യച്ചങ്ങല DYFI രൂപീകരിച്ചത് 1980-ലാണ്. ഇപ്പം 80-ൽ രൂപീകരിച്ച DYFI 1987-ലാണ് ഒരു മുൻ മാതൃക ഇല്ലാതെ തന്നെ ഒരു മനുഷ്യച്ചങ്ങല എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ആ മനുഷ്യച്ചങ്ങല അന്ന് വലിയ വിജയമായിരുന്നു. കേരളത്തിലെ കലാ, സാംസ്കാരിക, സാമൂഹ്യ, സിനിമാ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം ആ മനുഷ്യച്ചങ്ങലയെ കൂടുതൽ അർത്ഥവത്തമായ ഒരു സമരമാക്കി മാറ്റി. ഇപ്പോൾ കോഴിക്കോട് അന്ന് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മഹാനായ വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടായി. അന്ന് അവിടെ കുതിരവട്ടം പപ്പു ആ സമരത്തിൽ പങ്കെടുത്തു. മഹാകവി ഒളപ്പമണ്ണ പങ്കെടുത്തു. സാക്ഷാൽ ONV കുറുപ്പ് ഇവിടെ പങ്കെടുത്തു. നടൻ സുകുമാരൻ പങ്കെടുത്തു. വേണു നാഗവള്ളി പങ്കെടുത്തു. TG രവി പങ്കെടുത്തു. സുകുമാർ അഴീക്കോട് അതിൻ്റെ പ്രചരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി. തിരുനെല്ലൂർ കരുണാകരൻ പങ്കെടുത്തു. ഇങ്ങനെ അന്നത്തെ വിവിധ തുറകളിലുള്ള പ്രമുഖരുടെ സാന്നിധ്യം മനുഷ്യച്ചങ്ങലിലുണ്ടായിരുന്നു. ഇന്നും DYFI മുന്നോട്ട് വെച്ച ഈ മുദ്രാവാക്യത്തെ വലിയ രൂപത്തിൽ ആളുകൾ ഏറ്റെടുക്കുന്നു, സാഹിത്യ കലാ മേഖലയിലെ ആളുകൾ ഏറ്റെടുക്കുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയുന്നു. ഞങ്ങൾ പലരെയും സമീപിച്ചു. എല്ലാവരും വളരെ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത്. ഞങ്ങൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പപ്പേട്ടനെ കണ്ണൂരിൽ പോയി കണ്ടിരുന്നു. പപ്പേട്ടൻ ഈ സമരത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചു. വിഖ്യാത എഴുത്തുകാരൻ, നോവലിസ്റ്റ് എം മുകുന്ദൻ ഈ സമരത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. MK സാനുമാഷ് എറണാകുളത്ത് സമരത്തിൽ പങ്കെടുക്കുകയാണ്. നടൻ ആഷിഖ് കപൂറും അതുപോലെ തന്നെ നിഖില വിമലും അവിടെ യുവ സംവിധായകനായിട്ടുള്ള അനുരാജ് മനോഹർ ഉൾപ്പെടെയുള്ള ആളുകൾ എറണാകുളത്തെ സമരത്തിൽ പങ്കെടുക്കുകയാണ്. കവി കുരീപ്പുഴ ശ്രീകുമാറും സച്ചിദാനന്ദനും ഉൾപ്പെടെയുള്ള മുരുകൻ കാട്ടാക്കട ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നു. ഇങ്ങനെ സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ, സംവിധായകൻ കമൽ പങ്കെടുക്കുന്നു. ഞാനിപ്പോൾ കുറേ ആളുകളുടെ പേര് വിട്ടു. ആലങ്കോട് ലീലാകൃഷ്ണൻ തലശ്ശേരിയിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ കുറേ പേർ നമ്മൾ സമീപിച്ച സന്തോഷ് ചിക്കാനം ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, ഇതൊക്കെ പങ്കെടുക്കുകയാണ്. കുറേ ആളുകളെ സംഘപരിവാരത്തിന് ഭയപ്പെടുത്താനൊക്കെ കഴിഞ്ഞേക്കാം. പക്ഷേ കേരളം അങ്ങനെ സംഘപരിവാരത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഭയപ്പെടുത്തലിന് മുന്നിൽ കീഴടങ്ങുന്നവരല്ല എന്നതിൻ്റെ പ്രഖ്യാപനമായിട്ട് ഇത് മാറും. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ DYFI ആണ് ഈ സമരം പ്രഖ്യാപിച്ചതെങ്കിലും DYFI പ്രഖ്യാപിച്ച മനുഷ്യച്ചങ്ങലിൽ കണ്ണികളാവാൻ കേരളത്തിലെ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ, സമൂഹത്തിൻ്റെ നാനാ തുറകളിലും പെട്ട ആളുകൾ അവരെല്ലാം ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ചങ്ങലിൽ അണിനിരക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രസക്തമായ മുദ്രാവാക്യങ്ങളാണ് ഈ മനുഷ്യച്ചങ്ങലിൽ ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെ ഇരിക്കെ കേരളം ഒറ്റക്കെട്ടായി തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ തന്നെ ചിലപ്പോൾ മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നേക്കാം എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അവരുടെ നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതല്ല, അവരുടെ അണികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന് കൂടി പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്,
ഇപ്പോൾ രാജ്യത്ത് ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതരാഷ്ട്രവാദവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു എക്സ്ട്രീം ലൈനിലേക്ക് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ്, BJP ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുകയാണ്, ഇപ്പം ഭരണകൂടം മതം എന്നൊക്കെ പറയുന്നതിൻ്റെ വേർതിരിവ് ഇല്ലാതായിട്ട് ഇതെല്ലാം ഒന്നാണ് എന്ന രൂപത്തിലേക്ക് വരികയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു മതപുരോഹിതൻ്റെ റോളിലേക്ക് അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടമാണ്. ഇപ്പോൾ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ഇവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക് അതിൻ്റെ 74 വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ ഈ ജനുവരി 26 വരാൻ വേണ്ടി പോകുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 74 വർഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ച ഫെഡറൽ തത്വങ്ങൾ പരസ്യമായി ലംഘിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി, ജാതിമത പരിഗണനകൾക്ക് അതീതമായി എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും ഒരു സ്വാഭാവികമായൊരു രോഷം ഉയർന്നു വരുന്നുണ്ട്. ആ രോഷത്തെ തണുപ്പിക്കാൻ വേണ്ടി, അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം BJP ഉപയോഗിക്കും. പക്ഷേ കേരളം അത്ര എളുപ്പത്തിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരം വാദഗതികളിൽ പെട്ടു പോകുന്ന ആളുകളല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പ്രതിരോധമായി വരും. കക്ഷിരാഷ്ട്രീയത്തെ അതീതമായ ആളുകളുടെ വലിയ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്, ഇപ്പം മാധ്യമങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 57,400 കോടി കേരളത്തിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ള പെൻഷൻ മുടങ്ങുന്നു, ഉച്ചക്കഞ്ഞി വിതരണം മുടങ്ങുന്നു, ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നു. പക്ഷേ ഇതല്ല കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. ഇപ്പം മാധ്യമങ്ങളിൽ കൂടി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കേരളത്തിൽ ഒരു പുതിയ ഒരാൾ ഉയർന്നു വന്നിരിക്കുന്നു. മറിയക്കുട്ടി എന്നാണ് പേര്. അപ്പോൾ മറിയക്കുട്ടിയെ കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മുൻനിർത്തിയിട്ടുള്ള ഒരു സമരത്തിലും കേരളീയ സമൂഹം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു 10-25 ദിവസം കൊണ്ട് കേരളത്തിൻ്റെ ഒരു സമരനായികയായിട്ട് മറിയക്കുട്ടി എന്ന് പറയുന്ന ഈ 85 വയസ്സുള്ള ഒരാൾ ഉയർന്നു വരുന്നത്? അത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇതാണ് കനകോലുവിൻ്റെ എഫക്റ്റ്. ഇതാണ് വലതുപക്ഷം എങ്ങനെ ഇത്തരം കാര്യങ്ങളെ മറികടക്കാൻ വേണ്ടി, അവർക്കെതിരായി വരുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ വേണ്ടി സമൂഹത്തിനകത്ത് ചില പ്രതീതി നിർമ്മാണം നടത്തുന്നതിൻ്റെ തെളിവായിട്ട് ഇത് കാണാൻ വേണ്ടി കഴിയണം. അപ്പോൾ അതുകൊണ്ട് മറിയക്കുട്ടി പറയുന്ന കാര്യങ്ങളല്ല ശരിയെന്നും, കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അനീതിയാണെന്നും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാതെ ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ പലപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജനങ്ങളോട് പറയുകയും ഈ കാര്യങ്ങളിൽ ജനങ്ങളെ നല്ല അവബോധമുള്ളവരാക്കി മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. RSSന് മുന്നിൽ ഒരു കാരണവശാലും കീഴടങ്ങുന്ന ജനതയല്ല കേരളം എന്നതിൻ്റെ പ്രഖ്യാപനമായിട്ട് 20-ാം തീയതിയത്തെ മനുഷ്യച്ചങ്ങല ഒരു മനുഷ്യ മതിലായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നത്. പക്ഷേ അത്തരം ഒരു കാര്യത്തിൽ പോലും മോദി ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തുന്നില്ല. ഹിന്ദുത്വ വിഷയങ്ങളാണ്. നമുക്കറിയാം, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, അയോധ്യ വിഷയങ്ങളടക്കം മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന രൂപത്തിലേക്ക് രാജ്യത്തെ പ്രധാനമന്ത്രി കടക്കുന്നു. എന്തുകൊണ്ടാണിത്? RSS എന്തിനു വേണ്ടി രൂപപ്പെട്ടു എന്നത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ RSS ആണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ എന്തെങ്കിലും ക്ഷേമം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തൽ RSSൻ്റെ അജണ്ടയല്ല. RSSന് ഇവിടെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കണം. അതാണ് RSS മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തം. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങളെ കൂടുതൽ വേഗതയിൽ ശക്തിപ്പെടുത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തിന് മതം വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ച ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അന്ന് നടന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുകയാണ്. അപ്പം അന്ന് ഗാന്ധിയെ പോലെയുള്ള, നെഹ്റുവിനെ പോലെയുള്ള, അംബേദ്കറെ പോലുള്ള ആളുകൾ പറഞ്ഞത് രാജ്യത്തെ മൊത്തം ആളുകൾക്കും ഒറ്റ മതമാണെങ്കിൽ പോലും ഈ രാജ്യത്തിന് ഒരു പ്രത്യേക മതം ആവശ്യമില്ല എന്നാണ്. അത്രമാത്രം സെക്കുലറായ നിലപാട് ഉയർത്തിപ്പിടിച്ച പാരമ്പര്യം, അനുഭവം, ചരിത്രമാണ് ഈ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിനും അതിൻ്റെ നേതൃത്വത്തിനെയും പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതിനകത്ത് ഇവർ വെള്ളം ചേർത്ത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു മറ്റു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കലോ, ജനങ്ങളുടെ എന്തെങ്കിലും ക്ഷേമം മനസ്സിലാക്കി ഇടപെടലോ ഒന്നും പ്രശ്നമല്ല. ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ തൊഴിൽ ചോദിക്കുന്ന ചെറുപ്പക്കാരോട്, ഗ്യാസിൻ്റെ വില കുറക്കണം എന്ന് പറയുന്ന സാധാരണ ജനങ്ങളോട്, ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അതിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നു. അവരതിൽ ഒരു പരിധിവരെ വിജയിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ മതസ്വത്വവാദ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു ആശയം ഉണ്ടാക്കാനും അതിന് പിന്നിൽ ആളെ അണിനിരത്താനും സംഘപരിവാറിന് കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ആശയപരമായി, സംഘടനാപരമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ സമരം ചെയ്യുകയല്ലാതെ മറ്റ് എളുപ്പ വഴികളില്ല. അതുകൊണ്ടാണ് DYFI എല്ലാം ഇത്തരം സമരങ്ങളിലേക്ക് പോകുന്നത്. DYFIയുടെ മാതൃക ഏറ്റെടുത്ത്
മറ്റ് യുവജന സംഘടനകൾ ഇതേപോലെയുള്ള മനുഷ്യ ചങ്ങലകൾ ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്കങ്ങനെ ആഗ്രഹിക്കാം. പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന തൊഴിലില്ലായ്മ, റെയിൽവേ യാത്രാ പ്രശ്നങ്ങൾ, കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം, ഇതൊക്കെ എല്ലാവരും ഏറ്റെടുക്കേണ്ട സമരമാണല്ലോ. ഇപ്പം ഈ സമരം മുദ്രാവാക്യം തെറ്റാണ് എന്ന് ഇവിടെ ഒരു മാധ്യമവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ കൃത്യമായ ഡാറ്റ മുൻനിർത്തിയിട്ടാണ് ഈ മുദ്രാവാക്യങ്ങളെല്ലാം ആവിഷ്കരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സംഘടനകളും ഇതിലേക്ക് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത്തരം ആശയങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മറ്റുള്ളവരോടൊക്കെ ഉള്ളത്. സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിനൊക്കെ അതിനകത്ത് പങ്കൊക്കെ വഹിക്കാൻ കഴിയും. അവരൊന്നും അങ്ങനെ പങ്കുവഹിക്കാൻ കഴിയാത്തവരാണ് എന്ന ചിന്തയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്ന കടുത്ത വിമർശനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതാ നേരത്തെ സൂചിപ്പിച്ചത്, ഇപ്പോൾ രാജ്യത്തുടനീളം തൊഴിലില്ലായ്മയ്ക്കെതിരായി യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ എണ്ണം എത്ര? ഒരു സമരവും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഈ സമീപകാലത്ത്. കേരളത്തിലും ഒരു സമരവും കണ്ടിട്ടില്ല. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തിൻ്റെ മുദ്രാവാക്യം എന്താ? മുദ്രാവാക്യമില്ലാതെ നടത്തുന്ന സമരമല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനൊന്നും സമരമൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതൊന്നും ഒരു ശരിയായ നിലപാടല്ല. അപ്പോൾ വളരെ ഇടുങ്ങിയ ചില രാഷ്ട്രീയ താല്പര്യത്തെ മുൻനിർത്തി മാത്രമാണ് യൂത്ത് കോൺഗ്രസ്സൊക്കെ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കൊന്ന് വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നു എന്നാണ് നമുക്കിതെല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. വളരെ നന്ദി ശ്രീ വി കെ സനോജ്. നമസ്കാരം.